അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരേപോലത്തെയാണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ കേട്ടോ. The length of the diameter of the circle 5x square plus 5y square minus 20x plus 10y plus 9 is equal to 0. ഇതെല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ കണ്ടോ 5x square 5y square ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. രണ്ട് സെയിം ആയിട്ട് വരത്തുള്ളൂ. കണ്ടോ എക്സ് സ്ക്വയറിനോട് വൈ സ്ക്വയറിന്റെ നമ്പർ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം. വെറും എക്സ് സ്ക്വയറും വെറും വൈ സ്ക്വയറും വരണം. അപ്പം അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എല്ലാത്തിനെയും 5 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണം കേട്ടോ. 5 കൊണ്ട് നമുക്ക് എന്താ വേണ്ടത്? ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ ഇരട്ടി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ റേഡിയസിനെ കണ്ടുപിടിക്കാന്നുള്ളൂ. അപ്പോൾ ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x പ്ലസ് 2y പ്ലസ് 9/5 ഈസ് ഈക്വൽ 0. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം ഒന്ന് അറിഞ്ഞിരുന്നോ സെന്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്? ഒരു ഇക്വേഷൻ ഇങ്ങനെ കിട്ടിയ സെന്റർ കണ്ടുപിടിക്കാൻ എക്സിന്റെ കൂടെയുള്ള നമ്പറിനെ നോക്കുക, -4. അതിന്റെ ഹാഫ് എടുക്കുക, സൈൻ മാറ്റുക. -4ന്റെ ഹാഫ് -2, സൈൻ മാറ്റുമ്പോൾ +2. അതുപോലെ വൈ കോർഡിനേറ്റിന്റെ ഹാഫ് എടുക്കുക, സൈൻ മാറ്റുക. 2 ആണ് ഇപ്പോൾ വൈ കോർഡിനേറ്റ്. വൈയുടെ കോഎഫിഷ്യന്റ് 2 ആണ്. അതിന്റെ ഹാഫ്, 2ന്റെ ഹാഫ് എത്ര? 1. സൈൻ മാറ്റുമ്പോൾ -1. ഓക്കെ, ഇതാണ് സെന്റർ കേട്ടോ. അപ്പൊ ഇതിന്റെ പകുതി സൈൻ മാറ്റി, ഇതിന്റെ പകുതി സൈൻ മാറ്റി. ഇനി റേഡിയസ്. അപ്പൊ ഇതാണ് HK ആണ് റേഡിയസ്. റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല h² + k² മൈനസ് കോൺസ്റ്റന്റ് ടേം എന്നാണ്. ഇതാണ് കോൺസ്റ്റന്റ് ടേം കേട്ടോ. അപ്പൊ ഇതിന്റെ സ്ക്വയറുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് കോൺസ്റ്റന്റ് ടൈമിനെ മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് √2² പ്ലസ് -1 ദ ഹോൾ സ്ക്വയർ മൈനസ് 9/5 √5 മൈനസ് 9/5 കേട്ടോ. 5 2² പ്ലസ് 1² 5i. ഇവിടെ 5 × 5 25 മൈനസ് 9 16/5 എന്ന് വിട്ട് റൂട്ടിനുള്ളിൽ പുറത്തെടുക്കുമ്പോൾ 4/5. ഓക്കെ, ഇതാണ് നമ്മുടെ റേഡിയസ്. അപ്പൊ അതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടി 2 × 2 × 4/5. ആൻസർ ഈസ് 8/5. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് അതിന്റെ ഡയമീറ്റർ. അപ്പൊ വളരെ സ്പീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അതിനെ സ്പീഡ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. വളരെ സ്ലോയിലല്ല, നിങ്ങൾക്ക് സ്ലോയിലാക്കി വേണമെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതേപോലെ തന്നെ റേഡിയസിനെ കണ്ടുപിടിച്ചിട്ട് 2πr അപ്ലൈ ചെയ്യണം കേട്ടോ. സർക്കംഫറൻസിന്റെ ഫോർമുല ആരാ? 2πr. അപ്പൊ റേഡിയസ് വേണേ ഇവിടെ വരെ ചെയ്തിട്ട് 2πr അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ ഉണ്ട് 9 × x² + y². ഇവിടെ ആദ്യം 9 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണം കേട്ടോ. എപ്പോഴും x² + y² ഫ്രീ ആണ്. അപ്പൊ എല്ലാത്തിനും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x² + y² മൈനസ് 12x/9 മൈനസ് 24y/9 മൈനസ് 124/9 ഈ സീക്രട്ട് എത്രയാണ്? 0. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഇതിന്റെ സെന്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറഞ്ഞത്? ഇതിന്റെ ഹാഫിന്റെ സൈൻ മാറ്റി ചെയ്യണം അല്ലേ? അപ്പൊ -12/9 ആ. അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ -6/9 ആവും കേട്ടോ. അതിന്റെ സൈൻ മാറ്റുമ്പോൾ +6/9 കട്ട് ചെയ്യുമ്പോൾ അത് 2/3 ഇത്രയും വരും. ഇത്രയും നിങ്ങൾ ചെയ്യണം. ഓക്കെ, 2/3. ഒന്നുകൂടെ കേട്ടോ, -12/9 അതിന്റെ ഹാഫ് എടുക്കുമ്പോൾ -6/9. -12ന്റെ ഹാഫ് -6, സൈൻ മാറ്റുമ്പോൾ +6/9 സിമ്പിളിഫൈ ചെയ്യുമ്പോൾ 2/3. അതുപോലെ വൈയുടെ കോഷ്യന് -24/9 ഇല്ലയോ? അതിന്റെ ഹാഫ് എടുക്കുമ്പോൾ -12/9, സൈൻ മാറ്റുമ്പോൾ +12/9, അതിനെ കട്ട് ചെയ്യുമ്പോൾ 4/3, 3 × 4/3. ഇതാണ് നമ്മുടെ സെന്റർ. ഓക്കെ, വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. ഇനി ഇതിന്റെ നമുക്ക് റേഡിയസ് വേണമെങ്കിൽ √ ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 4/9 പ്ലസ് 16/9 മൈനസ് കോൺസ്റ്റന്റ് -124/9. അപ്പൊ ഇവിടെ പ്ലസ് വരും കേട്ടോ. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ നമ്മൾ മൈനസ് കൂടെ വരുമ്പോൾ 2 മൈനസ് പ്ലസ് ആവും. എപ്പോഴും കണ്ടോ മൈനസ് കോൺസ്റ്റന്റ് ആണല്ലോ. ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമാണല്ലോ മോനെ, കാരണം എല്ലാ ഡിനോട്ടർ 9 കോമൺ ആയിട്ട് 9 എഴുതുക. അപ്പൊ 4 + 16 എത്രയാണ്? 20 + 20 124. ആൻസർ 144/9. 144/9നെ കട്ട് ചെയ്യുമ്പോൾ റൂട്ടിനുള്ളിൽ എത്ര കിട്ടും? 16 കിട്ടും. 16ന്റെ റൂട്ട് എത്രയാണ്? 4. ഓക്കെ, ഇല്ലെങ്കിൽ ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 12, ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 3, 12/3 4 അങ്ങനെയും കിട്ടും. ഇല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് റൂട്ട് എടുക്കുക 4. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർക്കംഫറൻസ് എത്രയാണെന്ന് വെച്ചാൽ 2πr, ദാറ്റ് ഈസ് 2π × റേഡിയസ്. 2πrൽ 6 4 ആണ്. ആൻസർ ആരാണ്? 8π. ഓക്കെ, 8π. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര? 8π. ഇതൊക്കെ നിങ്ങൾ എത്രത്തോളം ടൈം എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. അധികം സമയം എടുക്കാതെ വേണം നിങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ.